ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു ഗാഡ്ജറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗാഡ്ജറ്റ് പതിവായിട്ട് നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ. നമ്മൾ നോർമലി എടുക്കുന്ന ഗാഡ്ജറ്റുകളെല്ലാം ആമസോണിൽ നിന്നായിരിക്കും. അപ്പോൾ ഒരുപാടധികം കമൻസ് വന്നു, സ്ഥിരമായിട്ട് ആമസോണിൽ നിന്നാണോ സാധനം വാങ്ങിക്കുന്നത്, ഇതിലും വിലക്കുറവിൽ പുറത്തൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഞാൻ പുറത്തൊക്കെ പരതിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ആമസോണിൽ വാങ്ങിക്കാൻ പറ്റുന്നതിലും വിലക്കുറവാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും മേ ബി ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം വാങ്ങിക്കുന്നതിനേക്കാളും വിലക്കുറവിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമെന്നുള്ളത് നോക്കാം. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം ആമസോണിൽ നിന്നും വിലക്കുറവായിട്ടുള്ള കുറേ സാധനങ്ങളാണ്. നമുക്കിപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു വൈഫൈ ക്യാമറയാണ്. ആമസോണിൽ നമുക്ക് ഏകദേശം 1000 രൂപയ്ക്ക് മുകളിലോട്ടാണ് ഇതുപോലുള്ള ക്യാമറകളുടെയൊക്കെ വില വരുന്നത്. ഇതിൻ്റെ വില എന്താണെന്നുള്ളത് താഴെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വൈഫൈ ക്യാമറ എന്ന് പറയുന്നത്. ഇത് വളരെ മിനി സൈസിലുള്ളൊരു ക്യാമറയാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടേ ഇത്തരത്തിലുള്ളൊരു സെറ്റപ്പിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ആയിട്ടൊരു ക്യാമറ, അതിൻ്റെ സ്റ്റാൻഡാണ് ഇപ്പോൾ താഴെ പോയത്. ഈ കാണുന്നത് ഇതിൻ്റെ ഒരു USB കേബിൾ, ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കേബിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള ചാർജറാണ്. ഇതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഭയങ്കര മാഗ്നറ്റൈസേഷൻ ഒന്നുമില്ല, എന്നാലും പിടിച്ചിരിക്കാൻ കണക്കാക്കിയിട്ടുണ്ട്. അടിവശത്തായിട്ട് ഒരു ഒട്ടിച്ച് വയ്ക്കാനുള്ളൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 3M ഒരു ടേപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി ക്യാമറയിലേക്ക് വരാം. ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ലെൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയായിട്ട് ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, മോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഒരു റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് SD കാർഡും ഇടാൻ സാധിക്കും. അപ്പോൾ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. ഇവരുടെ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ ഞാൻ ഓൾറെഡി ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ HD വൈഫൈ ക്യാം പ്രോ എന്നാണ് ആപ്പ് സ്റ്റോറിലുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓണാക്കുക. ഇത് 3 മോഡുകളിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്നെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഓൺലൈനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ വൈഫൈ റൗട്ടറിൽ കണക്ട് ചെയ്തിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. മൂന്നാമതായിട്ടൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ റൗട്ടറിൽ കണക്ട് ചെയ്യുന്നത് തന്നെയാണ്. ആ ഒരു റൗട്ടർ പരിധിയിൽ വൈഫൈക്കകത്തായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ബേസിക്കലി 2 സാധനങ്ങളെന്ന് പറയുന്നത് ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിലായിരിക്കണം. മറ്റേത് ഓൺലൈനായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ആപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്റ്റിംഗ് എന്നുള്ളൊരു രൂപത്തിൽ കാണിക്കും. പക്ഷേ ഈ ഒരു ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇതിൽ മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് ഇത്രയും സൂമായിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂംഡായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഓണാക്കിയിട്ട് ഇതിൽ നോക്കുന്ന സമയത്ത് നല്ല സൂമായിട്ടാണ് കാണുന്നത്. അതിന് ലെൻസിൻ്റെ എന്തെങ്കിലും കുറവാണോ, ഇനി ഇളവി പോയതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ക്വാളിറ്റി ഉണ്ട്, പക്ഷേ ഭയങ്കര സൂംഡായിട്ടാണ് കാണുന്നത്. സോ മൂവിങ് ഓൺ, അടുത്ത നമ്മുടെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബബിൾ മെഷീനാണ് കേട്ടോ. ബബിൾ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. യെസ്, ഇതാണ് കേട്ടോ നമ്മളുടെ ബബിൾ മെഷീൻ. ഇവിടെ ആയിട്ടൊരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബബിൾ മെഷീനിൽ ബാറ്ററി ഇടേണ്ട ഇതിനകത്ത് എക്സ്ട്രാ ഒരു സാധനമുണ്ട് കേട്ടോ. ഒരു സ്റ്റിക്കർ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കുറേയധികം ചൈനീസ് വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ഹാപ്പി ന്യൂ ഇയറിൻ്റെയൊക്കെ ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇവിടെ ആയിട്ടൊരു ചാർജർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ചാർജറാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സൈഡ് USB, മറ്റേ സൈഡ് നമ്മളുടെ നോർമലി അല്ലാത്തുള്ളൊരു കണക്ടറാണ്, 2 പിൻ കണക്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബബിൾ മേക്കർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്കൊരു റീചാർജബിൾ ആയിട്ടുള്ളൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാര്യം പിടികിട്ടി. ഈ ഒരു റീചാർജബിൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പിന്ന് കൊടുത്തിട്ടുള്ളത്. യെസ്, അതെ, കറക്റ്റാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബാറ്ററി റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ബാറ്ററി മൊഡ്യൂൾ വരുന്ന ആ ഒരു ഭാഗം വേണമെങ്കിൽ അടച്ചു വയ്ക്കാം. ഇപ്പുറത്തെ സൈഡും അതുപോലെ തുറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് സോപ്പ് വാട്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തുറക്കാം. ആദ്യം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. യെസ്, വർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് സൗണ്ടൊക്കെ കേൾക്കുന്നത്. എന്തായാലും ഓണാക്കുന്നതിന് മുന്നേ ഇതൊരു ചെറിയൊരു ഹോൾ ഉണ്ട് അതിനകത്ത്.
നമ്മൾ ചെറിയൊരു ഹോളിട്ട് ഇതിനകത്തേക്ക് വയ്ക്കാൻ പോകും കേട്ടോ. അപ്പോൾ എന്താ സംഭവം നോക്കട്ടെ. ഇത് അടയ്ക്കണ്ട, ഇരുന്നോട്ടെ. എൻ്റെ ഒന്നോ കൊള്ളാലോ അടി, അടിപൊളിയായിട്ട് കേട്ടോ. സൗണ്ട് വേണ്ട, അടിപൊളിയായിട്ട് കൊള്ളായത് സംഭവം, അടിപൊളിയായിട്ടുണ്ട്. ഇല്ല, ഇതൊന്ന് അടച്ചു വെച്ചോട്ടെ. ഇനി അത് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. സൂപ്പർ സാധനം. ഇത് ദേഹത്തൊക്കെ പറ്റിയാലും കുഴപ്പമില്ലായിരിക്കും അല്ലേ? അത് സൗണ്ട് കേൾക്കണമെന്ന് മനസ്സിലായി. ഇതിൻ്റെ ടോപ്പിലായിട്ടൊരു LED കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് കത്തുന്നില്ല. കണക്റ്റഡ് ആണ്, പക്ഷേ ഞാൻ അതിന് വേറെ സ്വിച്ച് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഒറ്റ സ്വിച്ച് അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇത് വേർത്താണ്. വലിയ ബബിൾസ് ഒന്നും അല്ല, ഒരു മീഡിയം റേഞ്ച് ബബിൾസ് ആണ്. ഒരു വലിയ സൈസുള്ള ബബിൾസ് അല്ല, ചെറിയ ബബിൾസ് ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റിയിൽ ഒരുപാടധികം വരുന്നുണ്ട്. ഇത് വേർത്താണ്. ഇത് കൊള്ളാം സംഭവം. ഇത് എന്തിനാണ് യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഫങ്ഷൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. ആ ഒരു ഫങ്ഷനിലൊക്കെ നിങ്ങൾക്ക് ഇത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ അത്ര ഉപയോഗിച്ചപ്പോഴത്തേക്കും നമ്മളെ ക്വാണ്ടിറ്റി മറ്റേതിൻ്റെ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. വലിയ തോതിലൊന്നും വലിയ മാറ്റമൊന്നുമില്ല, അത്യാവശ്യം ഇപ്പോഴും ഫിൽഡാണ്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് സാധാ സോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇത്തരത്തിന് ഫോമാകും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്തൊരു ഗാഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ക്യാമറയും അതുപോലെ തന്നെ ബബിൾ മെഷീനുമാണ് നോക്കിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു കാർ പെയിൻ്റൊക്കെ നമുക്ക് സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൊരു സാധനമാണ്. ഇതിനകത്ത് 399 രൂപയാണ് ഇതിന് ഒരെണ്ണം വില കൊടുത്തിരിക്കുന്നത്. 2 എണ്ണം നമുക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു നീല കളർ പെയിൻറ്റ് പോലൊരു സാധനമാണ് കേട്ടോ. ഇത് കാറിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വിധം എന്ന് പറയുന്നത്, ഇതിൻ്റെ 30 ml എടുത്ത് 20 ml എടുത്ത് 3 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മളുടെ കാറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് കൊക്കോ അമിഡോ ബെറ്റൈൻ സോഡിയം ലോറേറ്റ്, ഒനിയൻ സീഡ് എക്സ്ട്രാക്റ്റോ, ബ്ലാക്ക് സീഡ്, ആൽമണ്ട്, വൈറ്റമിൻ B5. ഇത് കാറിൽ തേക്കിനാണ് മുഖത്ത് തേക്കിനാണ്. ഇതിനകത്ത് ഒനിയൻ സീഡ് എക്സ്ട്രാക്റ്റ് അതുപോലെ തന്നെ ആൽമണ്ട്, വൈറ്റമിൻ B5 ഒക്കെ എന്തിനാ കാറിന്? എന്തെങ്കിലും പരിപാടിയെന്ന് അറിയത്തില്ല. എന്തായാലും ഈ സാധനം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ പിന്നെ പറയാം കാര്യം ഇതിനെ പറ്റിയിട്ട്. എന്നാലും ഒനിയൻ സീഡ് എക്സ്ട്രാക്റ്റോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഗാഡ്ജറ്റിലേക്ക് പോകാം. അത് ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. കാര്യം എനിക്കൊരു ഐഡിയ ഇല്ല അത് വർക്ക് ചെയ്യില്ലെന്ന്. പിന്നെ നോക്കിയിട്ട് ഷോർട്സ് രൂപത്തിലോ കമ്മ്യൂണിറ്റിയിലോ ഒക്കെ നമുക്ക് ഇടാം. അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. നമ്മൾ ടൂൾ കിറ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അതുപോലൊരു ടൂൾ കിറ്റ് നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് 46 പീസ് വരുന്ന ടൂൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ ഇതുപോലുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ കോലത്തിലായിരിക്കും. ഞാൻ വാങ്ങിച്ച് അതേപടി തന്നെ വെച്ചതാണ് കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതേപടി ഞാൻ തിരിച്ചടച്ച് വെച്ചതാണ്. ഇത് ഷിപ്പിങ്ങിൽ ചിലപ്പോൾ അലങ്കോലമായിരിക്കും, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ബോക്സ് ഭയങ്കരമായിട്ട് എന്താ പറയുക, അവിടെ ആയിട്ട് പൊട്ടി അങ്ങനെയൊക്കെ കിട്ടിയത്. പക്ഷേ സാധനങ്ങളൊക്കെ അകത്തുണ്ട്, പക്ഷേ എല്ലാം അലങ്കോലപ്പെട്ടാണ് കിടന്നത്. ഇവിടെയായിട്ട് നമുക്ക് ടോർക്ക് റെഞ്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഓവർ ടൈം തുരുമ്പിക്കാം, പക്ഷേ സാധനം കിട്ടിയ സമയത്ത് അത്യാവശ്യം തുരുമ്പൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ അലങ്കോലപ്പെട്ട് കിടപ്പുണ്ട്. ഇതിനകത്ത് 46 പീസുണ്ട്.
പ്രൈസിന് കുഴപ്പമില്ല. ഞാൻ ആമസോണിലൊക്കെ നോക്കുന്ന സമയത്ത് 700, 800 ആ റേഞ്ചിൽ 46 പീസൊന്നുമില്ല, 32 പീസിൻ്റെയൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ 46 പീസ് കിട്ടും. നിങ്ങളൊരു എക്സ്ട്രാ അഡീഷണൽ ഒരു ബോക്സ് കൂടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാര്യം ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു ബോക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിനോടൊപ്പം വാങ്ങിച്ച മറ്റൊരു സാധനം നിങ്ങൾ നല്ല ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. മിനി AC ആയിട്ട് നമ്മുടെ കാറിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഈ ഒരു മിനിയേച്ചർ വെർഷൻ്റെ ബാക്കിലായിട്ട് ഒരു സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡാഷ്ബോർഡിൽ വയ്ക്കുന്ന സമയത്ത്, വെയിലടിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുന്നിലായിട്ട് കാണുന്ന ഫാൻ കറങ്ങുന്ന കാണാനൊക്കെ നല്ല രസമാണ്. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് നമുക്കൊരു സിട്രസ് ഫ്ലേവറിൻ്റെ ഒരു ഐറ്റം വരുന്നുണ്ട്. അതായത് ഒരു മണം കിട്ടാനുള്ള സാധനം. അതൊരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഫ്രാഗ്രൻസുകൾ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അതിൽ അടിച്ച് വയ്ക്കാനും പറ്റും. ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാറിനകത്ത് ആ ഒരു ഫ്രഷ്നെസ് നിൽക്കും എന്നുള്ളതാണ്. അതും സംഭവം അടിപൊളിയാണ് കേട്ടോ. മറ്റൊരു സാധനം നമ്മൾ കാറിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെക്ക് പില്ലോ ആയിരുന്നു. ഈ ഒരു നെക്ക് പില്ലോ ആമസോണിൽ 1000 രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സെയിം എക്സാക്ട് മോഡൽ സാധനം കിടന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പ്രൈസിന് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു സാധനം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ വളരെയധികം കംഫർട്ടബിളുമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല സ്ക്വിഷി ആയിട്ടുള്ള ആ ഒരു കംഫർട്ട് ഫീൽ അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു നെക്ക് പില്ലോ ഞാൻ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ബബിൾ മേക്കറും ഞാൻ സജസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു AC-യുടെ മിനിയേച്ചർ വെർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നീട് അതിനോടൊപ്പം വാങ്ങിച്ചിട്ടുള്ളൊരു മറ്റൊരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു റഞ്ചാണ്. ഇത് പക്ഷേ എനിക്ക് അത്രത്തോളം ക്വാളിറ്റി തോന്നിയില്ല കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെ ജാക്കിയൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഞാനതാണ് നിങ്ങൾ പേഴ്സണലി ഇത് എടുത്ത് കാണിക്കാത്തത്. ഒരു സാധനം എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ജാക്കിയൊക്കെ നമ്മൾ മറ്റൊരു സംഭവമായിട്ട് ഇങ്ങനെ ക്ലോസ് റേഞ്ചിൽ ഇങ്ങനെ തിരിക്കുന്ന സാധനം നമുക്ക് കുറച്ചുകൂടെ ലോങ് റേഞ്ചിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലേക്ക് ഇത് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ഈ ഒരു ഐറ്റം കറങ്ങുള്ളൂ. അത്യാവശ്യം യൂസിന് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇത് അത്രത്തോളം ഡ്യൂറബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. കാര്യം എന്താ, ബെൻഡ് ചെയ്യാൻ സാധിക്കും. പുറമേ ഒരു പ്ലാസ്റ്റിക് ഫൈബർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അകമേ ഇരുമ്പ് തന്നെയാണ്, പക്ഷേ അത്രത്തോളം കട്ടിയുള്ള സാധനമല്ല. ഇത്രയും പ്രോഡക്റ്റുകളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നത്തെ പ്രോഡക്റ്റ്സ്. നിങ്ങൾക്ക് ഏതെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് അനേകം ഗാഡ്ജറ്റുകളുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.